പ്രവാസ ലോകത്ത് ഇത് എന്തുകൊണ്ടും നല്ല കാലാവസ്ഥ, കുളിര് കോരുന്ന രാവുകൾ, അവിടേക്കാണ് നല്ല സംഗീതം വിരുന്നെത്തിയത്. പോയ വാരം ദുബൈയിൽ ഗൾഫ് മാധ്യമം ഒരുക്കിയ ആ വേറിട്ട സംഗീത സന്ധ്യയെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. ഞാൻ മഴ കണ്ട് കയറിയതാണ്. ഇടിവെട്ടിയുള്ള മഴയും അതിന്റെ ഒരു ഫീലും. എന്നാ സ്റ്റീഫൻ പ്രവാസത്തിന്റെ ശിശിരകാല കുളിരിലേക്ക് സംഗീതം മഴയായി വന്നെത്തുകയായിരുന്നു ആ രാവിൽ. എല്ലാ വിഭാഗം ആസ്വാദകരും വേറിട്ട ആ ഗാനവീചികളെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങി. മഴഗീതങ്ങളുടെ താളലയ വൈവിധ്യം, ഒരുപക്ഷെ ഇതാദ്യമായിട്ടാകും ഒരു വേദിയെ ഇത്രമേൽ സമ്പന്നമാക്കുന്നത്. ചാറിയും തിമർത്തും തലോടിയും ആ ഗാനോത്സവം തുടർന്നു. ഗൾഫ് മാധ്യമം ഒരുക്കിയ മഴനിലാവ് ദുബായ് മംസാർ കൾച്ചറൽ ആൻഡ് സയന്റിഫിക് അസോസിയേഷൻ തിയേറ്ററിലെ ആസ്വാദകർക്ക് സമ്മാനിച്ചത് വേറിട്ട അനുഭൂതി. മെലഡികളും പുതുകാലത്തിന്റെ ഒരേ വേദിയിൽ ഒഴുകിയെത്തി. യുവ സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിയാണ് സംഗീത മഴച്ചാർത്തിന് നേതൃത്വം നൽകിയത്. ഒപ്പം വിധു പ്രതാപ്, സച്ചിൻ വാര്യർ, നിഷാദ്, രൂപ രേവതി, സിത്താര, സുമി അരവിന്ദ് എന്നിവരും. നടി ആശാ ശരത്തും സ്റ്റീഫനും നടത്തിയ പാട്ടുവർത്തമാനവും ആസ്വാദകർക്ക് നന്നായി രസിച്ചു. ഞാനെന്താന്ന് വെച്ചാൽ മഴയൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അത്യാവശ്യം മഴ പെയ്യിക്കണം. ദുബായില് മഴ കുറവാന്ന് കേട്ടു. അവിടെ ഭയങ്കര മഴയും കാറ്റും ഉണ്ട്. ചെന്നൈയിൽ ഭയങ്കര കൊടുങ്കാറ്റ്. അപ്പൊ അവിടുന്ന് ഓടി ഇങ്ങോട്ട് പോകുന്നു. സ്റ്റീഫനെ കാണുന്നത് സദസ്സിന്റെ ഇടയിൽ നിന്നൊരു ഭയങ്കര ശബ്ദം ആരവത്തോടു കൂടി. വിധു പ്രതാപിന്റെ മഴയെ തൂമഴയെ എന്ന ഗാനത്തോടെയായിരുന്നു തുടക്കം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്ന റഫീഖ് അഹമ്മദിന്റെ വരികൾ സിത്താരയും, മഴവരുത് എന്ന തമിഴ് ഗാനം നിഷാദും രൂപ രേവതിയും ചേർന്നും പാടി. മഴയോടൊപ്പം നാടോർമ്മകളും കോർത്തിണക്കിയായിരുന്നു വേറിട്ട ആ സംഗീതയാത്ര. മലയാളിയുടെ ഹൃദയം കീഴടക്കിയ ഗാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഒഴുകിയെത്തിയപ്പോൾ കരഘോഷത്തിലൂടെ സദസ്സ് പിന്തുണയേകി. NV അജിത്തായിരുന്നു ഷോയുടെ ശില്പി. ഡെർവിൻ ഡിസൂസ, നിഖിൽ, റിയാസ്, രൂപ രേവതി, ജോസി എന്നിവർ സ്റ്റീഫൻ ദേവസിക്കൊപ്പം സംഗീതത്തിൽ കൂടെ ചേർന്നു.
മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി വേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി വേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം ആരാരെ ആദ്യം ഉണർത്തി ജനുവരി 1 മിഴി തുറക്കുന്ന ഗൾഫ് മാധ്യമത്തിന്റെ സമ്പൂർണ്ണ പ്രവാസി വെബ് പോർട്ടൽ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. NMC ഹെൽത്ത് കെയർ സ്ഥാപകനും സിഇഒയും UAE എക്സ്ചേഞ്ച് ചെയർമാനുമായ ഡോക്ടർ BR ഷെട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. Whether it is bringing the latest news from their homeland or lending a helping hand in sorting out. Thank you very much for giving this great opportunity to be here. My distinguished guests here, distinguished guests on the dais, my dear Malayali, I would like to... ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസിന്റെയും മറ്റും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. മഴനിലാവ്, മഴയും നിലാവും മലയാളിയുടെ മാനസത്തിൽ കുളിക്കോരിയൊഴിക്കുന്ന സംഭവങ്ങളാണ്. അഥവാ മഴനിലാവ് മത്തറുൽ ഖമർ. അക്ഷരവീട് പദ്ധതിയുടെ മിഡിൽ ഈസ്റ്റ് മേഖലാ ലോഗോ പ്രകാശനവും വേദിയിൽ നടന്നു. എമിറേറ്റ്സ് റെഡ് ക്രിസന്റ് ഡയറക്ടർ മുഹമ്മദ് അബ്ദുള്ള അൽ സറൂനി ലോഗോ പ്രകാശനം ചെയ്തു. അങ്ങനെ മഴനിലാവ് സമ്മാനിച്ച ഇഷ്ടരാവിനെ മനസ്സിൽ ചേർത്തു പിടിച്ചായിരുന്നു ആസ്വാദകരുടെ മടക്കം. ക്രിസ്മസിന്റെ പൊലിമയിലാണ് പ്രവാസ ലോകവും. ആത്മീയതയും സംഗീതവും സമന്വയിക്കുന്ന പ്രവാസ ലോകത്തെ ക്രിസ്മസ് ദൃശ്യങ്ങളിലേക്ക് പ്രവാസ ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ മനുഷ്യർ അവർ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്നും. പിണറായി സർക്കാർ ആ പ്രതീക്ഷ നിറവേറ്റുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു. വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, വിമർശനങ്ങൾ ഞങ്ങൾക്ക് പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക media1tv.in. തൽക്കാലം വിട. അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും.